ആമയും മുയലും പണ്ട് ഓട്ട മത്സരം നടത്തിയത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. മുയൽ മത്സരം തോറ്റു, സ്ലോവിൽ ഓടാൻ മാത്രം കഴിയുന്ന ആമ ജയിക്കുകയും ചെയ്തു. ഓട്ടത്തിനിടയ്ക്ക് മുയലിന് ക്ഷീണം തോന്നി ഉറക്കം വന്നു, മുയൽ ഉറങ്ങിപ്പോയി. എന്നാൽ ആമയ്ക്ക് അതിൻ്റെ കുറവുകളെക്കുറിച്ച് നന്നറിയാമായിരുന്നു. അതുകൊണ്ട് പരമാവധി സ്പീഡിൽ അത് നിർത്താതെ ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി. മത്സരത്തിൽ ജയിക്കാൻ എബിലിറ്റി വേണം, പക്ഷേ അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടി വേണം. മുയലിന് എബിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ അതിന് മോട്ടിവേഷൻ കുറഞ്ഞു പോയി. പ്രത്യേകം മത്സര പരീക്ഷകളൊക്കെ വരുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ഔട്ട്പുട്ട് നിശ്ചയിക്കുന്നത്, റാങ്കിലെ പൊസിഷൻ നിശ്ചയിക്കുന്നത്. ഒന്ന് എബിലിറ്റി അല്ലെങ്കിൽ ഐക്യു, മറ്റൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള, കുത്തിയിരുന്ന് പഠിക്കാനുള്ള ആ മോട്ടിവേഷൻ. ഇപ്പോൾ നീറ്റ് എക്സാം, സിവിൽ സർവീസ് പോലുള്ള ദീർഘകാലത്തെ പ്രിപ്പറേഷൻ വേണ്ടി വരുന്ന മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നവരെല്ലാവരും ഐക്യു ഉള്ളവരല്ല, ഐക്യു കുറഞ്ഞവരും വിജയിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡ് വർക്കിലൂടെയാണ്. ഫുൾ ടൈം വായന, പ്രിപ്പറേഷൻ, ചിന്ത, അത്രക്കാരും വിജയിക്കാറുണ്ട്. അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, പെർഫോമൻസ് ഈസ് ഈക്വൽ ടു എബിലിറ്റി ഓർ ഐക്യു ഇൻറ്റു ഹിസ് മോട്ടിവേഷൻ ലെവൽ. അപ്പോൾ ഐക്യു കുറവാണെങ്കിൽ പകരം മോട്ടിവേഷൻ കൂട്ടിയാൽ തീർച്ചയായും നമ്മുടെ ഔട്ട്പുട്ട് വർദ്ധിക്കും.